ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 13-ാം ദശകത്തിൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ. നമുക്ക് ഇന്ന് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. 5ാമത്തെ ശ്ലോകം 13ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഗദോന്മർദ്ധേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമോ ഝടതി പതിതായാമഹ ഭോഃ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനജനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഗദോന്മർദ്ധേ തസ്മിൻ തവ, അപ്പം തസ്മിൻ സ്തവ എന്നാണ് വായിക്കുന്നത്. ഖലു ഗദായാം ദിദിഭുവഃ ഗദാഘാതാത് ഭൂമോ ഝഡ്തി പതിതായാം പ്ലസ് അഹഹ. അപ്പോൾ പതിതായാം അഹഹ ഭോഹോ മൃദുസ്മേരാസ്യ പ്ലസ് ത്വം മൃദുസ്മേരാസ്യസ്ത്വം ധനുഞ്ച കുല നിർമൂല നജനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനഃ രുരുചിഷേ. അപ്പോൾ ദധാനോ രുരുചിഷേ എന്നാണ് വായിക്കുക. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ഭോ ഭോ പറഞ്ഞ അല്ലയോ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പനോട് വിളിച്ച് പറയണം. തസ്മിൻ ഗദോന്മർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, അതായത് ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിലുള്ള ഗദായുദ്ധത്തിൽ തവ ഗദായാം ഖലു, ഭഗവാന്റെ ഗദ, ദിദിഭുവ ഗദാഘാതാത്, ആ അസുരൻ്റെ ഗദയുടെ ആഘാതം കൊണ്ട്, അതായത് അസുരൻ ഭഗവാന്റെ ഗദയെ അടിച്ചപ്പോൾ അഹഹ കഷ്ടം തന്നെ, അഹഹ പറഞ്ഞാൽ കഷ്ടം തന്നെ, ജഡതി ഭൂമോ പതിതായാം, ആ ഭഗവാന്റെ ഗദ കഷ്ടം തന്നെ ആ ഭൂമിയിലേക്ക് പതിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോഴോ ഭൂമിയിൽ പതിച്ചപ്പോൾ ത്വം അവിടുന്ന് എന്ത് ചെയ്തു? മൃദുസ്മേരാസ്യ, പുഞ്ചിരിക്കുന്ന മുഖമുള്ളവനായിട്ട്, ഒട്ടും ദേഷ്യം തോന്നാതെ പുഞ്ചിരിക്കുന്ന മുഖമുള്ളവനായി, ധനുജ കുല നിർമൂല നജനം, ആ അസുരകുലത്തെ നിശേഷം മുഴുവൻ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ മഹാചക്രം, ആ സുദർശന ചക്രം, തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചിട്ട് കരഭുവി ദധാന, കയ്യിൽ ആ സുദർശനത്തെ ധരിക്കുന്നവനായി, രുരുചിഷേ പറഞ്ഞാൽ ശോഭിച്ചു, പ്രകാശത്തോടെ നിന്നു, ശോഭിച്ചു നിന്നു ഭഗവാൻ എന്ന്. അതായത് ഹിരണ്യാക്ഷനും ഭഗവാനുമായിട്ടുള്ള ആ ഗദായുദ്ധത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അസുരൻ്റെ ഗദാഘാതം, ഗദയുടെ അടിയേറ്റിട്ട് ഭഗവാന്റെ ആ കൗമോദകി എന്നുള്ള ഗദ ഭൂമിയിൽ വീഴുകയാണ്. അത് പതിച്ചപ്പോൾ ഇവിടെ കഷ്ടം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. കഷ്ടം. പക്ഷേ ഭഗവാന് ക്രോധമോ പരിഭ്രമോ ഒന്നുമില്ല. ഭഗവാൻ പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ ഹിരണ്യാക്ഷൻ സംരംഭയോഗം അനുഗ്രഹം കൊടുത്തിട്ടാണ് ഭഗവാൻ അസുരജന്മത്തിൽ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജന്മം ആ ഭക്തൻ്റെ കഴിഞ്ഞു, ഇനി അത് വേഗം കഴിഞ്ഞാൽ വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്താം. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഭക്തൻ്റെ ജയം, ഭഗവാന്റെ ജയമായിട്ടാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഹിരണ്യാക്ഷൻ തൻ്റെ ഭക്തനാണ്. അപ്പം അതുകൊണ്ട് ഗദ അടിച്ചു വീണപ്പോൾ ഭഗവാന് ദേഷ്യമല്ല തോന്നിയത്, അതിൽ വിജയം കൊണ്ട് സന്തോഷമാണ് തോന്നിയത്. പക്ഷെ എന്നാലും ഭക്തനാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ആ ധർമ്മസ്ഥിതിക്ക് അത് വരുത്താൻ ഹിരണ്യാക്ഷനെ കൊന്നേ തീരൂ. അതുകൊണ്ട് അത് അയാൾക്ക് അനുഗ്രഹമാണ്. അതിനാൽ എല്ലാ അസുരന്മാരെയും നിശേഷം ഇല്ലാതാക്കുന്ന ആ സുദർശന ചക്രത്തെ ഭഗവാൻ സ്മരിച്ചു, കയ്യിൽ ധരിച്ചു എന്നർത്ഥം. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഹരേ കൃഷ്ണ. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്തേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോദ് ഗളൻ മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. ഹരേ കൃഷ്ണ. നമുക്ക് പദച്ഛേദം നോക്കുമ്പോൾ തദഹ ശൂലം കാലപ്രതിമരുഷി എന്നൊന്നിച്ച് വായിക്കണം. ശൂലം കാല എന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിൻ്റെ അതിൽ നമ്മൾ നിർത്തരുത്. തദശൂലം
കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി ഏനത്. ചിന്തത്യേനത് പിരിക്കുമ്പോൾ ചിന്തതി പ്ലസ് ഏനത് കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ട മുഷ്ട്യാ സ ഖലു വിദുദം വിദുദം പ്ലസ് ത്വാം സമതനോത് ഗളന്മായേ മായാഹ ത്വയി കില ജഗന്മോഹനകരീഹി. ഇത്രയും പദങ്ങൾ, അധികം പദച്ഛേദമില്ല അതിൽ. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ തദഹ പറഞ്ഞ ആ പിന്നെ ഭഗവാൻ ആ സുദർശന ചക്രം കയ്യിൽ ധരിച്ചതിന് ശേഷം ആ ദൈത്യൻ അസുരൻ ഗത ഉപേക്ഷിച്ചു. ഭഗവാൻ ഗതിയില്ല, അപ്പോൾ അസുരനും ഗത ഉപേക്ഷിക്കുകയാണ്. ആ ദൈത്യൻ കാലപ്രതിമ ഋഷി, കാലിന് തുല്യമായ ദേഷ്യത്തോടുകൂടി രോഷത്തോടു കൂടിയവനായിട്ട് ശൂലം വിസർജി. അടുത്തത് ശൂലമാണ് എടുക്കുന്നത്. ശൂലം ഭഗവാന്റെ നേർക്ക് അയച്ചു. വിസർജിതി പറഞ്ഞാൽ പുറത്ത് എറിഞ്ഞു എന്നർത്ഥം. വിസർജിച്ചപ്പോൾ തൊയ് അവിടുന്ന് എന്ത് ചെയ്തു? ഏനത് പറഞ്ഞാൽ ഇതിനെ എന്നർത്ഥം. അതായത് ഈ ശൂലത്തെ കലകലിത ചക്രപ്രഹരണാത്, കരകലിത കയ്യിലുള്ള ചക്രം കൊണ്ട് ഉള്ള പ്രഹരണം കൊണ്ട് ചിന്തതി അതിനെ മുറിച്ചു, അതിനെ ഛേദിച്ചു എന്നർത്ഥം. ആ ശൂലത്തെ രണ്ടാക്കി ഛേദിച്ചു. അപ്പോൾ സഹ അവൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷൻ തൻ്റെ ശൂലത്തെ മുറിച്ചിടുന്നത് കണ്ടപ്പോൾ സമാരുഷ്ട എന്ന് പറഞ്ഞാൽ രോഷം കൊണ്ടവനായിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി മുഷ്ടിയ തൻ്റെ കയ്യിലെ മുഷ്ടി കൊണ്ട് ത്വാം ഭഗവാനെ അങ്ങയെ വിദുദം ഖലു വിദോദനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇടിച്ചു, ഭഗവാനെ കൈകൊണ്ട് ഇടിച്ചു എന്നർത്ഥം. അപ്പോൾ ഭഗവാനോ ഗളന്മായേ തൊയ് ഭഗവാനിൽ അവൻ ഇടിക്കുക മാത്രമല്ല ചെയ്തത്, ആ മായാബന്ധമില്ലാത്തവനായ ഭഗവാനിൽ അവിടെ നിന്തിരുവടിയിൽ മായാതീതനായ അങ്ങയിൽ ജഗന്മോഹനകരി ജഗത്തിനെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മായകളെ സമതനോത് കില ചെയ്തു അത്രേ ഭഗവാനെ. അങ്ങേ മായാബന്ധമില്ലാത്ത അങ്ങയുടെ മുൻപിൽ പ്രപഞ്ചത്തിനെ മോഹിപ്പിക്കുന്ന ആ മായകളെ ആ ഹിരണ്യാക്ഷൻ ചെയ്തു എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ കഥ താഴെ വീണു. ഭഗവാൻ ചക്രം കയ്യിലെടുക്കുകയും ചെയ്തപ്പോൾ ശൂലം എടുത്തിട്ട് അയക്കുകയാണ്. ആ ദേഷ്യം വന്നിട്ട് ആ ശൂലത്തെ മുറിച്ചു വിട്ടപ്പോൾ പിന്നെ കൈകൊണ്ട് ഭഗവാനെ ഇടിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഭഗവാനെ മുഷ്ടി കൊണ്ട് പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് മായകളൊക്കെ ജഗത്തിനെ മോഹിപ്പിക്കുന്ന മായാവിദ്യകളൊക്കെ ചെയ്തു. പക്ഷെ ജഗത്തിനെ മോഹിപ്പിക്കാൻ ആ മായവിദ്യക്ക് കഴിയും. നമ്മളെ പ്രപഞ്ചത്തെ മോഹിപ്പിക്കാനേ കഴിയുള്ളൂ ഹിരണ്യാക്ഷൻ്റെ മായ കൊണ്ട്. ഭഗവാൻ മായാതീതനാണ്. ജഗത്ത് തന്നെ ഭഗവാന്റെ മായ കൊണ്ട് മായയിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് മായാ സമതനോത്കില എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ മായാവിയാണ് ഗുരുവായൂരപ്പൻ എന്ന് ഓർക്കണം. നാരദൻ്റെ വാക്യവും ഓർക്കണം. സമായാവി വിഷ്ണുർ ഹരതി എന്ന് പറയുന്നുണ്ട് നാരദൻ ഹിരണ്യാക്ഷനോട്. അപ്പം ഭഗവാൻ തന്നെ മായാവിയാണ്. ആ ഭഗവാനെ മായ കൊണ്ട് തോൽപ്പിക്കാനാവില്ല. വിഷ്ണുമായയുടെ മോഹവലയത്തിൽ പെടാതിരിക്കാൻ എളുപ്പമല്ല എന്ന് നമുക്കിവിടെ പറയുന്നു. നമുക്ക് ഇന്ന് 2 ശ്ലോകങ്ങൾ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ 7, 8 ശ്ലോകങ്ങൾ നമുക്ക് എടുക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കാൻ, പഠിക്കാനും ചൊല്ലാനും എല്ലാവർക്കും കഴിയട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.